വളരെ കരുതലുള്ള ഒരു പിതാവാണ്. ഏതൊരു പ്രതിസന്ധിയിലും കരുതും. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാനതൊന്ന് അനുസ്മരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഏറ്റവും പ്രയാസമുണ്ടായ ഒരു കാലഘട്ടം പുതുപ്പള്ളി പള്ളിയിൽ വൈദികനായിരിക്കും 1990 മെയ് മാസം 16-ാം തീയതി അഭിവന്യ ഭാഗ്യസ്മരണാർഹനായ യോഹന്നാൻ മാർ സേവ്യറിയോസ് തിരുമേനി കാലം ചെയ്ത ദിവസം എൻ്റെ സഹധർമ്മിണി മരിച്ചു. അപ്പോൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയാണ്. 16-ാം തീയതിയാണ് അടക്കം. അപ്പം മെത്രാച്ചന്മാരെ ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാനിങ്ങനെ രാവിലെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു 6:30 മണിയായപ്പോൾ പരിശുദ്ധ ബാബ തിരുമേനി എൻ്റെ വീടിൻ്റെ വാതിൽക്ക് വന്ന് കാറയിലിറങ്ങി. അന്ന് ബിനോയ് അച്ഛനാണ്. പാറമ്പഴ ചമ്മാച്ചനുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ബിനോയ് അച്ഛനുണ്ട്. വീട്ടിൽ വന്നു. ഞാൻ മുറ്റത്ത് ഇറങ്ങി ചെന്നു. എടോ, എനിക്ക് കൊരട്ടിക്ക് പോകാതിരിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ശുശ്രൂഷ നടത്തിയിട്ട് ഞാനങ്ങ് പോവുക. മെത്രാച്ചന്മാരൊക്കെയും അവിടെ കൊരട്ടിക്ക് പോകാതിരിക്കാൻ ഒക്കുകയില്ല. താൻ വിഷമിക്കണ്ട, പോയി വന്നിട്ട് അടക്കം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, തിരുമേനി വെക്കൂ. തിരുമേനി ഒന്ന് പ്രാർത്ഥിച്ചല്ലോ. അടക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് എന്നെ വിളിപ്പിച്ചു. ദേവലോകത്ത് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ടൊരു വിശേഷം? ഞാനൊന്നും പറഞ്ഞില്ലപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. എടോ, അങ്ങനെ നിന്നും താൻ എന്തിനാ ഇങ്ങനെ മോങ്ങുന്നേ? ഇതാ ചോദിച്ചത്. ഇവിടെ മരണം എല്ലാവർക്കും ഉണ്ട്, തനിക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, എല്ലാവർക്കും മരണമുണ്ട്. താനൊരു വൈദികനാണ്. പക്ഷേ എന്നോട് പറഞ്ഞത് തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ താൻ തന്നെ ചെയ്യണം. എന്നോട് പറഞ്ഞു, എടോ, തുണി നനയ്ക്കേണ്ടി വന്നാൽ തുണി നനയ്ക്കണം, പാത്രം കഴുകേണ്ടി വന്നാൽ പാത്രം കഴുകണം, പാചകം ചെയ്യേണ്ടി വന്നാൽ പാചകം ചെയ്യണം. ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ദൈവം തന്നെ കൈവിടുകയില്ല എന്ന് തോന്നി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചിടൂ. താൻ ആ വീട്ടിൽ തന്നെ ഇരുന്നാൽ പറഞ്ഞ ഭാഷ താനൊരു മൊണ്ണയായി പോകും. അതെനിക്കറിയാം. ആ വീട്ടിലിരുന്ന് ഇത് ഓർത്തുകൊണ്ട് താനിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് മാറ്റുക. താൻ ആ പുതുപ്പള്ളി പോയി, നമ്മുടെ ആശുപത്രിയുണ്ട്, പാറാട്ട് ആശുപത്രി, അവിടെ തനിക്കായിട്ടൊരു മുറി ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ പോയി താമസിച്ചോണം. പുതുപ്പള്ളി പള്ളിയുടെ കാര്യങ്ങൾ മുഴുവൻ തനിക്ക് അന്വേഷിക്കാം. ആ ആശുപത്രിയിൽ വരുന്ന രോഗികളെയൊക്കെ ഒന്ന് കാണാം, പ്രാർത്ഥിക്കാം. തനിക്ക് എപ്പോഴും ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ അതൊക്കെ. എന്നെ പിടിച്ചു നിർത്തിയത് ആ പിതാവാണ്.